2024 ഒക്ടോബറിന് ശേഷം ഗൂഗിൾ പേയിൽ വീണ്ടും വന്നിരിക്കുകയാണ് 2025 മെയ്യിൽ അടുത്ത സെറ്റ് ഓഫ് ലഡു കളക്ഷനുമായിട്ട്. ഇതിന് മാത്രം ലഡു എവിടെ നിന്നാണ് ഈ ഗൂഗിൾ പേയുടെ കയ്യിലിരിക്കണേന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. കഴിഞ്ഞ പ്രാവശ്യം 6 ലഡു ആണെങ്കിൽ ഇപ്രാവശ്യം 11 ലഡു ആണ്. പേരും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കോ, ഫുഡി, സ്പാർക്കി, പിന്നെ ട്വിങ്കിള് എന്നിങ്ങനെയുള്ള ലഡുകളാണെങ്കിൽ ഇപ്രാവശ്യം നിഞ്ച, ബസൂക്ക, സ്റ്റഡി പോലുള്ള പുതിയ തരത്തിലുള്ള നല്ല തറവാട്ടി പറന്ന ലഡൂസാണ് ഗൂഗിൾ പേ ഇറക്കിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ട്വിങ്കിള് കിട്ടാണ്ട് ഞാൻ നടത്തം. അവസാനം എൻ്റെ ട്വിങ്കിള് ചോദിക്കുന്ന കഷ്ടപ്പാട് കണ്ട് നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ ലഡു ഇല്ല, വേണമെങ്കിൽ നിന്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പോക്കറ്റ് മണി ഇട്ടുതരാന്ന് പറഞ്ഞ ഫ്രണ്ട്സ് വരെ എൻ്റെ കൂട്ടത്തിലുണ്ട്. ട്വിങ്കിള് കിട്ടാത്ത മനോവിഷമത്തില് സ്വന്തമായി എഡിറ്റ് ചെയ്ത് ട്വിങ്കിള് കളക്ട് ചെയ്ത് മനസ്സമാധാനം കണ്ടെത്തിയ സുഹൃത്തുക്കളും എനിക്കുണ്ട്. എക്സാമിന് പോലും ഉറക്കൊഴിച്ചിരുന്ന് പഠിക്കാത്ത ഞാൻ ഈ ലഡു കളക്ഷന്റെ ഡേറ്റ് ക്ലോസ് ചെയ്യാറായപ്പോൾ രാത്രി 12 മണിക്ക് വരെ ഞാൻ എൻ്റെ കോണ്ടാക്ട്സിലുള്ളവർക്ക് ഞാൻ ട്വിങ്കിള് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈ ട്വിങ്കിൾ ലഡുവിന് വേണ്ടി ഞാൻ കൊട്ടാത്ത വാട്സപ്പ് കോണ്ടാക്ട് ഇല്ല, പറയാത്ത വാട്സപ്പ് ഗ്രൂപ്പുകളില്ല, ചോദിക്കാത്ത ഗൂഗിൾ പേ കോണ്ടാക്ട്സുകളില്ല. അങ്ങനെ ആകമാനം ഒരു ലഡുമയമായിരുന്നു ആ ഒരു ഒക്ടോബർ കാലം. അതിനുശേഷം മനുഷ്യനൊന്ന് സമാധാനമായി വന്നതാണ്. അപ്പോൾ അതേ വീണ്ടും അടുത്ത സെറ്റ് ഓഫ് ലഡു. ഇത് കണ്ടിട്ട് ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് എൻ്റെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇത് വീണ്ടും വന്നോ എന്നാണ് അവരുടെ ചോദ്യമായിരുന്നത്. ഞാൻ എന്തായാലും ഇപ്രാവശ്യം ഈ സ്കാമിൽ വീഴാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരുപാട് ഉറക്കങ്ങൾ കളഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇപ്രാവശ്യം ഇതിൽ വീഴാൻ പോണില്ല. വീഴുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഓർക്കുക, എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ശരിയാവണമെന്നില്ല. ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ശരിയായെന്ന് കരുതി ഇപ്രാവശ്യം ശരിയാവണമെന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ശരിയാവാത്തത് കൊണ്ട് ഇപ്രാവശ്യം ശരിയാവണമെന്നുമില്ല. ഒപ്പം എല്ലാവർക്കും ശരിയായെന്ന് കരുതി നിങ്ങളുടേത് ശരിയാവണമെന്നുമില്ല. അപ്പോൾ എങ്ങനെയാ, എല്ലാം ശരിയല്ലേ? അപ്പോൾ വരട്ടെ കേട്ടോ.